നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളം വലത്തോട്ട് ചാഞ്ഞു. മൂവർണ്ണക്കൊടി പാറിച്ച് 18 ലോക്സഭാ മണ്ഡലങ്ങളും. കണ്ണൂർ സുധാകരനൊപ്പം ഇത് ഹാട്രിക് വിജയം. വോട്ടിംഗ് നില വർദ്ധിപ്പിച്ച് BJP. കേരളത്തിൽ അക്കൗണ്ട് തുറന്നു. പരാജയം അംഗീകരിക്കുന്നതായി MV ജയരാജൻ. താഴെക്കിടയിൽ നിന്നും പരിശോധന നടത്തും. LDF-നായി പ്രവർത്തിച്ചവർക്ക് നന്ദി. എന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും MV ജയരാജൻ. കൈത്താങ്ങുമായി സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ. പ്രത്യാശാ ഭവനിലേക്ക് ഭക്ഷണ വസ്ത്ര കിറ്റുകൾ നൽകി. വിജയികൾക്കുള്ള ആദരവും അനുമോദനവും, ഒപ്പം ശുചീകരണ യജ്ഞവും. വാർത്തകൾ വിശദമായി. ചിത്രം തെളിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കേരളം വലതിനൊപ്പം. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയും KPCC പ്രസിഡന്റുമായ K സുധാകരന്റെ വിജയം UDF-ന് കൂടുതൽ ആവേശമായി. എതിർ സ്ഥാനാർത്ഥിയായ LDF-ന്റെ MV ജയരാജനെതിരെ 1,07,726 വോട്ടിന്റെ ലീഡിലാണ് വിജയം. ഇത് 3ാം തവണയാണ് K സുധാകരന് കണ്ണൂരിൽ വിജയം നേടാനാകുന്നത്. 4,96,761 വോട്ടാണ് K സുധാകരൻ നേടിയത്. MV ജയരാജൻ 3,88,350 വോട്ടുകളും NDAയുടെ C രഘുനാഥ് 1,14,369 വോട്ടുമാണ് ആകെ നേടിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്തും സുധാകരൻ തന്നെയായിരുന്നു ലീഡ് ചെയ്തത്. ഇടതുമണ്ഡലങ്ങളിൽ പോലും സുധാകരൻ വ്യക്തമായ ഭൂരിപക്ഷം നേടിയാണ് മുന്നേറിയത്. പോസ്റ്റൽ വോട്ടിൽ കൗണ്ടിംഗ് തുടങ്ങിയപ്പോൾ LDF സ്ഥാനാർത്ഥി MV ജയരാജനായിരുന്നു മുന്നേറ്റം. എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തുറന്നപ്പോൾ ഓരോ ഘട്ടത്തിലും സുധാകരൻ മുന്നേറുകയായിരുന്നു. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സിറ്റിംഗ് MP ആയിരുന്ന CPM-ലെ PK ശ്രീമതിയെ 1,00,000 വോട്ടുകൾക്കടുത്തുള്ള ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് സുധാകരൻ വീണ്ടും ലോക്സഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വിജയിച്ചു കയറിയ K സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ ഇത് 3ാമത്തെ ഊഴമാണ്. നിലവിൽ MP-യും KPCC അധ്യക്ഷനുമായ K സുധാകരൻ തുടർച്ചയായി 2ാം തവണയാണ് കണ്ണൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഫാസിസത്തിനെതിരായി കോൺഗ്രസ് മാത്രമേ ഇന്ത്യയിലുള്ളൂവെന്നും അതാണ് ഇന്ത്യയിൽ ആകമാനമുള്ള ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്നും K സുധാകരൻ. ജനങ്ങളോടൊപ്പമായിരുന്നു എന്നും ആ വിശ്വാസം അവർ തിരികെ തന്നു എന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ജനങ്ങളുടെ വിശ്വാസത്തെ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടന്നു. ജനകീയ വികാരത്തിൻ്റെ പ്രതിഫലനമാണ് ഈ റിസൾട്ട്. ആരുടെയും കമ്പൽഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രചരണ രംഗത്ത് വളരെ മിതമായ രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടി പ്രചരണങ്ങൾ നടത്തിയത്. സമ്മർദ്ദത്തിൻ്റെ ഒരു മേഖലയും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ കുറേ രാഷ്ട്രീയം യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു. ആ യാഥാർത്ഥ്യം ജനങ്ങളുടെ മനസ്സിൽ തറച്ചു. അവർ അത് ഉൾക്കൊണ്ടു. അതിനടിസ്ഥാനത്തിൽ അവർ പ്രതികരിച്ചു. ആ പ്രതികരണത്തിൻ്റെ ഭാഗമായാണ് ഈ റിസൾട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയും ഫാസിസത്തോട് കർശനമായ രീതിയിലാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. അതാണ് ഫാസിസത്തിനെതിരെ സംസാരിക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റാര്? ഇപ്പോൾ ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പിൻ്റെ തരംഗം കണ്ടില്ലേ? നമ്മൾ പ്രതീക്ഷക്കപ്പുറത്താണ്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ BJP-യെ ഹോസ്റ്റ് ചെയ്ത് ജനാധിപത്യ മതേതര ശക്തികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നേതൃത്വ സംഘത്തിൽ വരും. ഒരു തർക്കവും വേണ്ട. പരമാവധി പോയാലും ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം, അതിൻ്റെ അങ്ങോട്ട് പോകണ്ട. കാരണം വാക്ക് പാലിക്കാത്ത ഒരു ഗവൺമെൻറ്റും മതേതരത്വം ഇല്ലാത്ത ഒരു സർക്കാരും ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാത്ത ഒരു ഗവൺമെൻറ്റും, അങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ എത്ര കാലം ജനങ്ങൾ കൊണ്ടു നടക്കും? ഈ ഭരണവിരുദ്ധ വികാരമില്ലെന്നായിരുന്നല്ലോ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രചരണം. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇപ്പോൾ അവർക്ക് മനസ്സിലായില്ലേ? 20 സീറ്റുണ്ട് കേരളത്തിൽ. CPM ഒറ്റക്ക് മത്സരിച്ച് ജയിച്ച് ഭരിച്ച സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലാണ് എത്ര സീറ്റാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയത്? CPM-ന് എത്ര സീറ്റാണ് കിട്ടിയത്? ഒരു സീറ്റിലാണ് ലീഡ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ പാർട്ടിയുടെ പൊസിഷൻ എന്താണ്, ജനമനസ്സിൽ അവർക്കുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലായില്ലേ? എന്നാണ് കണ്ണൂരിലെ ജനങ്ങളോട് വീണ്ടും ഊഴം തന്നിരിക്കുകയാണല്ലോ നിങ്ങൾക്ക്. എൻ്റെ ജനത എൻ്റെ ഹൃദയത്തിലാണ്.
ഒരിക്കലും അവരെ കൈവിടില്ല. അവരുടെ ഏത് പ്രശ്നത്തിനും ഒരു വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാകും. എത്രയോ അനുഭവങ്ങൾ ഇവിടെ ഇരുന്ന ആളുകൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ വിടാനും പറ്റില്ല, എനിക്ക് അവരെ വിടാനും പറ്റില്ല. ആ ഒരു ബന്ധം അവസാനത്തെ ശ്വാസം വരെ എന്നോടൊപ്പം ഉണ്ടാകും. അതോടൊപ്പം രാഷ്ട്രീയം ഉണ്ടാകും. ജനവിധി അംഗീകരിക്കുന്നതായി LDF സ്ഥാനാർത്ഥി MV ജയരാജൻ. കണ്ണൂരിലെ UDFന്റെ വിജയം കേരളത്തിലാകെ പ്രതിഫലിച്ച തരംഗത്തിന്റെ ഭാഗം. LDFന് വേണ്ടി പ്രവർത്തിച്ചവർക്കും മാധ്യമപ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തിയായിരുന്നു MV ജയരാജന്റെ വാർത്താ സമ്മേളനം. വിശദമായ പരിശോധനയും വിലയിരുത്തലും പാർട്ടി തലത്തിൽ നടത്തും. വോട്ടിംഗ് പാറ്റേണിൽ വന്ന മാറ്റവും അന്വേഷിക്കും. പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ടു പോകുമെന്നും MV ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലാകെ UDF അനുകൂല ജനവിധി ഉണ്ടായതിൻ്റെ ഭാഗമാണ് കണ്ണൂരിലെയും UDFൻ്റെ വിജയം. LDFന് വോട്ട് ചെയ്ത വോട്ടർമാരോടും LDFൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാരോടും മാധ്യമ സുഹൃത്തുക്കളോടുമുള്ള നന്ദി ഈ ഘട്ടത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. വിശദമായ പരിശോധനയും വിലയിരുത്തലും പാർട്ടിയും LDFും പിന്നീട് നടത്തുക തന്നെ ചെയ്യും. പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ കണ്ണൂരിൽ വിവിധ സ്ഥലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ഒരേ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലുള്ള സാമൂഹിക സംഘടനാ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടിയാണ്. കമ്മ്യൂണിസ്റ്റുകാർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ നിരാശപ്പെടുകയോ വിജയിച്ചാൽ അമിതമായി ആഹ്ലാദിക്കുകയോ ചെയ്യുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഈ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. മൂന്നാം ഊഴത്തിലും വെന്നിക്കൊടി പാറിച്ച് കെ സുധാകരൻ. കേരളത്തിലുടനീളമുള്ള UDF തരംഗത്തിൽ കണ്ണൂരിലെ വിജയം കളർഫുള്ളാക്കി പ്രവർത്തകർ. ചാല ചിണ്ടക്കിൽ നിന്നാണ് വിജയഭേരിയുടെ തുടക്കം. കാണാം ആഹ്ലാദ പ്രകടന കാഴ്ചകൾ. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം വലത്തോട്ട് ചാഞ്ഞു. മൂവർണ്ണക്കൊടി പാറിച്ച് 18 ലോക്സഭാ മണ്ഡലങ്ങളും. കണ്ണൂർ സുധാകരനൊപ്പം ഇത് ഹാട്രിക് വിജയം. വോട്ടിംഗ് നില വർദ്ധിപ്പിച്ച് BJP. കേരളത്തിൽ അക്കൗണ്ട് തുറന്നു. പരാജയം അംഗീകരിക്കുന്നതായി MV ജയരാജൻ. താഴെക്കിടയിൽ നിന്നും പരിശോധന നടത്തും. LDFനായി പ്രവർത്തിച്ചവർക്ക് നന്ദി. എന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും MV ജയരാജൻ.
കൈത്താങ്ങുമായി സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ പ്രത്യാശാ ഭവനിലേക്ക് ഭക്ഷണ വസ്ത്ര കിറ്റുകൾ നൽകി. വിജയികൾക്കുള്ള ആദരവും അനുമോദനവും ഒപ്പം ശുചീകരണ യജ്ഞവും. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. പഴശ്ശി ജലസംഭരണിയുടെ ഭാഗമായ എടക്കാനം പുഴയിൽ കാണാതായ പാനൂർ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പാനൂർ മൊകേരി പാത്തിപ്പാലം സ്വദേശി KT വിപിന്റെ മൃതദേഹമാണ് ഇന്ന് പുലർച്ചെ കണ്ടെത്തിയത്. പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലുള്ള തെരച്ചിൽ തുടരുന്നതിനിടെയാണ് പുലർച്ചെ 3 മണിയോടെ മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് വിപിനെ എടക്കാനം പുഴയിൽ കാണാതായത്. ബംഗളൂരുവിലെ ഒരു സ്വകാര്യ IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ KT വിപിൻ സുഹൃത്തുക്കൾക്കൊപ്പം എടക്കാനത്ത് സുഹൃത്തിന്റെ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു. തുടർന്ന് വിപിൻ ഉൾപ്പെടെയുള്ള 4 സംഘം പുഴ കാണാനായി സുഹൃത്തുക്കൾക്കൊപ്പം എടക്കാനം വൈദ്യരുകണ്ടി പുഴക്കരയിലെത്തുകയും ശേഷം പുഴയിലിറങ്ങി നീന്തുന്നതിനിടെയാണ് പുഴയിൽ മുങ്ങിയത്. നാട്ടുകാരും ഇരിട്ടിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളും ഞായറാഴ്ച മുതൽ 2 ദിവസങ്ങളിലായി ഇയാൾക്കായി പുഴയിൽ തിരച്ചിൽ നടത്തി വരികയായിരുന്നു. മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. പാനൂർ പാത്തിപ്പാലം മുത്താറി പീടികയിൽ IKB റോഡിൽ രാജീവ് ഗാന്ധി സ്കൂളിനടുത്ത് സുമം നിവാസിൽ രാമചന്ദ്രന്റെയും സുമതിയുടെയും മകനാണ് KT വിപിൻ. ഭാര്യ ബിൻസി, മകൻ ശ്രീയാൻ. സിറ്റി ന്യൂസ് കണ്ണൂർ.
യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി TF സെബാസ്റ്റ്യനെയും ജനറൽ സെക്രട്ടറിയായി ചിറക്കൽ ബുഷറയെയും ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തു. കണ്ണൂർ താണ MIS നോളജ് സെന്ററിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ജുങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. റിസർവ് ബാങ്ക് ഒഴിവാക്കിയ കൂട്ടുപലിശ ബാങ്കുകൾ ഒഴിവാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ആലിക്കുട്ടി ഹാജി, KM ബഷീർ, TP ഷാജി, സിനോജ് മാക്സ്, മനോഹരൻ പയ്യന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ കല്ലിക്കണ്ടി NAM കോളേജിനും ഹൈപ്പർ സിറ്റി സൂപ്പർ മാർക്കറ്റിനും പിഴ ചുമത്തി. ജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും പ്ലാസ്റ്റിക് കത്തിച്ചതിനുമായി 5000 രൂപ വീതമാണ് പിഴ ചുമത്തിയത്. NAM കോളേജ് ക്യാന്റീനിന് പിറകുവശത്ത് മാലിന്യം അലക്ഷ്യമായി നിക്ഷേപിച്ചതായും പ്ലാസ്റ്റിക് ഉൾപ്പെടെ കത്തിച്ചതായും സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് കല്ലിക്കണ്ടി NAM കോളേജിനും ഹൈപ്പർ സിറ്റി സൂപ്പർ മാർക്കറ്റിനും പിഴ ചുമത്തിയത്. ജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും പ്ലാസ്റ്റിക് കത്തിച്ചതിനുമായി 5000 രൂപ വീതമാണ് പിഴ ചുമത്തിയിട്ടുള്ളത്. NAM കോളേജ് ക്യാന്റീനിന് പിറകുവശത്ത് മാലിന്യം അലക്ഷ്യമായി നിക്ഷേപിച്ചതായും പ്ലാസ്റ്റിക് ഉൾപ്പെടെ കത്തിച്ചതായും സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. ഹൈപ്പർ സിറ്റി സൂപ്പർ മാർക്കറ്റിന്റെ ഗോഡൌണിന്റെ പിറകുവശത്തായുള്ള സിമന്റ് തറയിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിച്ചതായും സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി. പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷെരീഖുൽ അൻസാർ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രാഖി എന്നിവരും പങ്കെടുത്തു. കാവിൻമൂല സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ SSLC+2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള വയോജന വിശ്രമ കേന്ദ്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് മൊമന്റോ വിതരണവും അനുമോദനവും അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തെ സ്നേഹിക്കുന്ന, അനിയനെ സ്നേഹിക്കുന്ന, അനിയത്തിയെ സ്നേഹിക്കുന്ന, മുത്തച്ഛനെ സ്നേഹിക്കുന്ന, മുത്തശ്ശിയെ സ്നേഹിക്കുന്ന നല്ല കുട്ടികളായി നിങ്ങൾ വളരണം. അതോടൊപ്പം ലഹരിക്ക് ഒരിക്കലും അടിമപ്പെടരുത്. നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങളോട് പറയും ഒന്ന് രുചിച്ചു നോക്കാൻ, അല്ലെങ്കിൽ ഒന്ന് വലിച്ചു നോക്കാൻ, അല്ലെങ്കിൽ നിങ്ങളോട് ചെറുങ്ങനെ കുടിച്ചു നോക്കാൻ, ഒന്നുമില്ല, ഒരു ബീർ കുടിച്ചാൽ എന്താ വരാൻ പോകുന്നത്, ഒന്നും വരാനില്ല എന്ന് പറയും. അപ്പൊ നിങ്ങൾ അധികം തുടങ്ങും. മദ്യത്തിൽ നിന്നായിരിക്കും ആദ്യം തുടങ്ങുക. മദ്യം അടിച്ചാൽ നമുക്ക് മണക്കുകയും ചെയ്യും. ഇപ്പത്തെ ലഹരി വസ്തുക്കൾ നമ്മൾ വീട്ടിലെത്തിയാൽ ഉപയോഗിച്ച് വന്ന അച്ഛനും അമ്മക്കും അല്ല ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെയാണ് ഇപ്പത്തെ ലഹരി വസ്തുക്കൾ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാലഘട്ടം അങ്ങനെ അത്രയും നന്നായിട്ട് എനിക്ക് ഈ വിഷയത്തിൽ, ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നന്നായി അറിയുന്നത് കൊണ്ടാണ് കേരളത്തിലെ ഏത് സ്കൂൾ എടുത്താലും എല്ലാ സ്കൂളുകളിലും ലഹരി മാഫിയ വട്ടമിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, നിങ്ങൾ പുറത്തുപോയി ജോലി എടുക്കുമ്പോൾ ഒക്കെ ഇത് പ്രധാന ഘടകമായിട്ട് എടുക്കണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. പ്രസിഡന്റ് TU ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PV സുരേശൻ, വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ, പങ്കജ പുരുഷോത്തമൻ, ഫെറ ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ട്രഷറർ KP ജിഷ്ണു, മറ്റ് ഭാരവാഹികൾ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പരിസര ശുചീകരണവും നടത്തി. അസോസിയേഷൻ മെമ്പറും അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ CK അനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. പ്രത്യാശാ ഭവനിൽ വസ്ത്രങ്ങളും ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്തു. ഒരു റെസിഡൻസ് അസോസിയേഷൻ എങ്ങനെയാവണം? കാരണം നമ്മുടെ നാട് പഴയതുപോലെയല്ല, കൂട്ടായ്മകൾ ഇല്ലാണ്ടാവുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എല്ലാവരും അവനവരിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു ഘട്ടത്തിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ യാതൊരു വ്യത്യാസമില്ലാതെ ഒരു പ്രദേശത്തെ ജനങ്ങളാകെ ഇതുപോലെ കൂടിച്ചേർന്ന് പരസ്പരം അറിയാനും പരസ്പരം ബഹുമാനിക്കാനും സാധിക്കുന്ന ഒരു അവസരമുണ്ടാവുക എന്ന് പറയുന്നത്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53440 രൂപ, വെള്ളി 97 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം വലത്തോട്ട് ചാഞ്ഞു, മൂവർണ്ണക്കൊടി പാറിച്ച് 18 ലോക്സഭാ മണ്ഡലങ്ങളും. കണ്ണൂർ സുധാകരനൊപ്പം ഇത് ഹാട്രിക് വിജയം. വോട്ടിംഗ് നില വർദ്ധിപ്പിച്ച് BJP, കേരളത്തിൽ അക്കൗണ്ട് തുറന്നു. പരാജയം അംഗീകരിക്കുന്നതായി MV ജയരാജൻ. താഴെക്കിടയിൽ നിന്നും പരിശോധന നടത്തും. LDF-നായി പ്രവർത്തിച്ചവർക്ക് നന്ദി. എന്നും ജനങ്ങൾക്കൊപ്പമുണ്ടാകുമെന്നും MV ജയരാജൻ.
കൈത്താങ്ങുമായി സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ പ്രത്യാശാ ഭവനിലേക്ക് ഭക്ഷണ വസ്ത്ര കിറ്റുകൾ നൽകി. വിജയികൾക്കുള്ള ആദരവും അനുമോദനവും ഒപ്പം ശുചീകരണ യജ്ഞവും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.